ഒരു വിത്തിൽ ഒരു ചെടിയുടെ സ്വപ്നമുണ്ട്. ഒരു ചെടിയിൽ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയും. മണ്ണിനെ സ്നേഹിച്ച് അധ്വാനത്തെ കൂട്ടുപിടിച്ച് സ്വന്തം വീട്ടുമുറ്റത്തെ ഒരു ചെറിയ ഇടത്തെ സമൃദ്ധമായ പച്ചക്കറിത്തോട്ടമാക്കി മാറ്റിയിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ മുന്നാട് ഗ്രാമത്തിലെ രജനി എന്ന വീട്ടമ്മ. ജന്മദേശമായ പരപ്പയിൽ നിന്ന് വിവാഹശേഷം മുന്നാടേക്ക് പറിച്ചു നടപ്പെട്ട രജനി ആരുമറിയാതെ രഹസ്യമായി അവരുടെ കൈകളിൽ മഞ്ഞളിൻ്റെ 3 വിത്തുകൾ ഒളിപ്പിച്ചു കൊണ്ടുവന്നിരുന്നു. വിവാഹാഘോഷത്തിൻ്റെ കോലാഹലങ്ങളും ബഹളങ്ങളും തിരക്കുകളും കഴിഞ്ഞപ്പോൾ അവർ ആ 3 മഞ്ഞൾ വിത്തുകൾ ആരുമറിയാതെ തൻ്റെ ഭർത്താവിൻ്റെ വീടിൻ്റെ പിന്നാമ്പുറങ്ങളിൽ എവിടെയോ കുഴിച്ചിട്ടു. അവിടെ നിന്ന് തുടങ്ങുന്നു രജനി എന്ന കർഷകയുടെ ജൈത്രയാത്ര. കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്കാണ് രജനിയുടെ ദിവസങ്ങളിൽ എപ്പോഴും മുൻഗണന. എന്നാൽ വീട്ടുജോലികൾക്കിടയിൽ കിട്ടുന്ന ചെറിയ സമയത്തെ അവർ മറ്റൊരു സ്വപ്നത്തിനായി മാറ്റിവെച്ചു. സ്വന്തം വീട്ടിൽ തന്നെ വിഷരഹിതമായ പച്ചക്കറികൾ വളർത്തുക എന്ന സ്വപ്നം. വളമെല്ലാം ഞങ്ങൾ ഉണ്ടാക്കുന്ന ആട്ടിൻ്റെ വളമുണ്ട്, പിന്നെ ചാണകം വളം മേണിക്കുന്നു, പിന്നെ കമ്പോസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കോഴിവളം നമ്മൾ ചാക്കിൽ മേണിക്കും. കെമിക്കലൊന്നും ഒഴിക്കുന്നില്ല, ഒരു മരുന്ന് വയ്ക്കുന്നില്ല. അത് ഞാൻ പറയും നമ്മൾ നടുന്നുണ്ട്, നമ്മൾ അതിൻ്റെ രീതിയിൽ തന്നെ കഴിക്കുക. പിന്നെ കെമിക്കൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ, അതിനായിട്ട് നമുക്ക് പൊടിയൊന്നും മേടിച്ചോളൂ. അതുകൊണ്ട് നല്ലോണം കഷ്ടപ്പെടുന്നത്. നല്ല കൃഷിക്ക് നല്ല മണ്ണ് വേണം. അതിനേക്കാൾ പ്രധാനമായി മണ്ണിനെ മനസ്സിലാക്കുന്ന ഒരു കർഷകന്റെ കരങ്ങളും വേണം. രജനിയുടെ കൃഷിയുടെ അടിസ്ഥാനം ജൈവരീതിയാണ്. രാസവളങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം ജൈവവളങ്ങളെയാണ് രജനി പ്രധാനമായും ഉപയോഗിക്കുന്നത്. മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത നിലനിർത്താനും ആരോഗ്യകരമായ വിളകൾ ലഭിക്കാനും ഈ രീതിയിലൂടെ അവർ ശ്രമിക്കുന്നു. ഇന്ന് ഈ തോട്ടത്തിൽ പച്ചപ്പിനൊപ്പം വിളവിൻ്റെ സമൃദ്ധിയും കാണാം. വിവിധയിനം പച്ചക്കറികൾ ഇവിടെ വളരുന്നു. പൂക്കളും ഫലവർഗങ്ങളുമായി മറ്റു പലതും. ഓരോ വിളവെടുപ്പും രജനിക്ക് നൽകുന്നത് ഒരു കർഷക സ്ത്രീയുടെ അഭിമാനമാണ്. ഏറ്റവും നല്ല അപ്പം ചൂടാനാണ്. ഇതിൻ്റെ ഇല എന്ത് ടേസ്റ്റ് അറിയാം അപ്പം ചൂട്ടി തിന്ന ഇലയുടെ നല്ല വളമുണ്ട്. ഇതിപ്പോൾ ഞാൻ അയറിട്ടിട്ട് വളമിട്ട് ഇപ്പോൾ കരയടിപ്പിച്ചതേ ഉള്ളൂ, മണ്ണിട്ട് കൊടുത്തത്. ഇപ്പം ഇനിയിപ്പോൾ ഒന്നും വേണ്ട. ഇനിയിപ്പോൾ 2 പ്രാവശ്യം വളമിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അങ്ങനെ ഇതിനൊന്നും വളമൊന്നും വേണ്ട. ഇനി നമ്മൾ വിളവെടുപ്പ് എടുക്കുമ്പോൾ എടുത്താൽ മതി. അത് ഇതിൻ്റെ ഓലിയെല്ലാം പോവും, എല്ലാം ഉണങ്ങിയിട്ട് പോവും, എല്ലാം ഉണങ്ങി. അപ്പം അതിൻ്റെ കണ്ട മാത്രമേ ഉണ്ടാവൂ അവിടെ കിളക്കാനാകുമ്പോഴേക്ക്. മഞ്ഞൾ കിളക്കാനാകുമ്പോഴേക്ക് അതിൻ്റെ കായ് മാത്രമേ ഉണ്ടാവൂ, വേറൊന്നും ഉണ്ടാവില്ല. അല്ല ബാക്കിയെല്ലാം ഉണങ്ങിയിട്ട് പോകും.
പിന്നെ ഇത് ഈ തണ്ട് ഉണങ്ങണം, എന്നാലേ മഞ്ഞൾ മൂക്കും. ഈ തണ്ട് നല്ല പാങ്ങിൽ ഉണങ്ങി കിട്ടണം, എന്നാലേ മഞ്ഞളിന് നല്ല കളർ വെക്കും, നല്ല വിളവെടുപ്പ് ഉണ്ടാവും. വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം അധികമായി ലഭിക്കുന്ന വിളവ് മറ്റുള്ളവരുമായി പങ്കിടാനും വിൽക്കാനും കഴിയുന്ന തരത്തിലേക്ക് രജനിയുടെ കൃഷി ഇന്ന് വളർന്നിരിക്കുന്നു. കിലോന് 1200, കിലോന് 2600 വരെ ഉണ്ടോലും കൂവക്ക്. ഓൺലൈനിൽ വില 2600 വരെ ഉണ്ട്. ഓൺലൈനിലൊന്നും കൊടുത്തിട്ട ഞാൻ പാക്കാക്കിയിട്ട് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഓർഡർ കിട്ടുന്നു. ഇപ്പം പിന്നെ ഇപ്പം ഇതിൻ്റെ ഇടയിൽ കുറ്റിക്കോൾ കാർഷിക വിപണന വേളയുണ്ടായി. ഏകദേശം പൊടി ആടെ ചിലവായി. മഞ്ഞൾ, കൂവ, ഇഞ്ചി അങ്ങനെ എല്ലാം ചിലവായി. മുളക് ഉണ്ടായിന്, ഉണക്കിയ മുളക് ഉണ്ടായിന്, എല്ലാം പാക്കാക്കിയിട്ട് വിത്ത് ഉണ്ടായിന്, എല്ലാതരം വിത്തും ഉണ്ടാവും. ഇപ്പം അതെല്ലാം 10-15 വർഷത്തെ വിത്താണ് ഈ മത്തൻ്റെ വിത്ത്. 15 വർഷം മുമ്പേ ഇല്ല വിത്താണ് ഇത് ശേഖരിച്ച് ഞാനത് മാറ്റലില്ല. അതേ വിത്ത് തുടർച്ചയായിട്ട് കൊണ്ടുവന്നത്. മഞ്ഞളും പിന്നെ കൂവ, മത്തൻ, കക്കിരി, നാടൻ കക്കിരി അത് സ്ഥിരം ഉണ്ടാവും. പിന്നെ വിത്തെല്ലാം വിൽപ്പനക്ക് കൊടുക്കുന്നുണ്ട്. കക്കിരി, നാടൻ കക്കിരി വിത്ത്, മത്തൻ്റെ വിത്ത്, ചീര വിത്ത്, 5-6 കിലോ ചീര വിത്ത് ഉണ്ടാവും. വേനൽക്കാലത്ത് ഫുള്ള് ചീര കൃഷിയാണ്. ചീര കൃഷി പറഞ്ഞാൽ നല്ല ചോന്ന പ്ലാത്താങ്കര ചീര, അത് പിന്നെ 5-6 കിലോ വിത്ത് ഉണ്ടായിരുന്നു. വിത്ത് ഞാൻ മറ്റേ കുടുംബശ്രീകൾക്കെല്ലാം കൊടുക്കാൻ പഞ്ചായത്ത് ഹോട്ടലുകളിൽ പിന്നെ അധികം വെള്ളരിക്കോ അങ്ങനത്തെ എല്ലാം ഉണ്ടാകുമ്പോൾ കൊടുക്കുന്നതാണ്. എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോഴും. അപ്പോൾ വെള്ളരിക്കപ്പോൾ ഞാൻ 10-20 കിണ്ടൽ വെള്ളരിക്ക ഞാൻ പറിക്കലുണ്ട്. മത്തനും അതെ, 10-15 കിണ്ടൽ മത്തൻ കൊടുക്കും. മത്തൻ കൃഷി കുറേ ഉണ്ട്, അങ്ങോട്ട് കുറേ ഉണ്ട് മത്തൻ കൃഷി. അപ്പോൾ അതെല്ലാം പിന്നെ ഈ ഇപ്പോൾ പിന്നെ വീട് തോറും എത്തിച്ചു കൊടുക്കും. പിന്നെ വേറെ എന്തെങ്കിലും പരിപാടിക്ക് അടുത്തേക്ക് എത്തിച്ചു കൊടുക്കും. പിന്നെ സ്കൂളിലേക്ക് അങ്ങനെ എത്തിച്ചു കൊടുക്കൽ. മത്തനെല്ലാം അങ്ങനെ ചാക്കിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് തൂക്കിയിട്ട്. അപ്പോൾ സ്കൂളിലെല്ലാം ഇപ്പോൾ സാമ്പാറും മറ്റേതെല്ലാം കൂട്ടുകറി എല്ലാം അല്ലേ. അപ്പോൾ നമ്മളെ നാടൻ പച്ചക്കറി ആകുമ്പോൾ അവർക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. സ്കൂളിലേക്കെല്ലാം എത്തിച്ചു കൊടുക്കുന്നു. നല്ല വാങ്ങൽ ചിലവാകുന്നതല്ല, നമുക്ക് നഷ്ടമില്ല ഒന്നും. പിന്നെ അത്യാവശ്യം പിന്നെ ഇല്ലത് ഞാൻ മുന്നാട് വെച്ചിട്ട് അവിടെ വിൽപ്പന നടത്തുന്നത്. എല്ലാം തൂക്കിയിട്ട് കട്ടാക്കിയിട്ട് കൊണ്ടുപോകും. എന്നിട്ട് മുന്നാട് വെച്ചിട്ട് അവിടുന്ന് വിൽക്കുന്നു. അല്ലെങ്കിൽ ഓർഡർ കിട്ടും, അല്ലെങ്കിൽ ഞാൻ എത്താതെ വീടൊന്നുമില്ല, എല്ലാ വീട്ടിലേക്കും എത്തിയിട്ട് വിൽപ്പന നടത്തും. രജനിയുടെ ഈ യാത്രയിൽ കുടുംബത്തിന്റെ പിന്തുണ വളരെ നിർണായകമാണ്. ഭർത്താവിന്റെ വീട്ടിലെ ഒരു ചെറിയ കൃഷിയിടം ഇന്ന് കുടുംബത്തിന്റെ ആരോഗ്യത്തിനും സന്തോഷത്തിനും ഒരു പ്രധാന ഭാഗമായിരിക്കുന്ന ഒരു കാർഷിക വിളനിലമാണ്. ഒരു കാലത്ത് വീട്ടുജോലികളിൽ മാത്രം വ്യാപൃതമായിരുന്ന രജനിയുടെ സമയത്തിൻ്റെ ഒരു ഭാഗം ഇന്ന് കൃഷിയിടത്തിൽ പുതിയൊരു തിരിച്ചറിയലായി മാറിയിരിക്കുന്നു. വീട്ടമ്മ എന്ന ഉത്തരവാദിത്വത്തോടൊപ്പം ഒരു കർഷകയുടെ വേഷവും വിജയകരമായി ഏറ്റെടുത്തിരിക്കുകയാണ് രജനി. മണ്ണിൽ വിതച്ചത് ഒരു വിത്തായിരുന്നു, പക്ഷേ അതിൽ നിന്ന് വളർന്നത് ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിന് വളമായതോ അത്യധ്വാനം, വെള്ളമായത് പ്രതീക്ഷ, കായ്കനികൾ നിറഞ്ഞ ഫലമായി മാറിയത് ആത്മവിശ്വാസം. കാസർഗോഡിൻ്റെ മണ്ണിൽ രജനി എന്ന വീട്ടമ്മ ഇന്നറിയപ്പെടുന്നത് വിജയശ്രീലാളിതയായ ഒരു കർഷക എന്ന നിലയിലാണ്. രജനിയുടെ കഥ നമ്മോട് പറയുന്നത് വളരെ ലളിതമായൊരു സത്യമാണ്. മണ്ണിനെ സ്നേഹിച്ച് ഒരു വിത്ത് നട്ടാൽ അതിൽ നിന്ന് ഒരു വിള മാത്രമല്ല, ഒരു പുതിയ ജീവിതവും മുളച്ചു വരും.